നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ മോളെ ഇത്? പാല് തിളച്ചു തോന്നുന്നു. ഓഫ് ചെയ്തു. എന്താ ഇത്? നീ എന്താ ആലോചിച്ചോണ്ട് നിക്ക? ഒന്നുമില്ല വല്യമ്മ, ഞാനിവിടെ നടന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ. എല്ലാം ജയ വരുത്തി വെച്ചതാണെന്ന് ഞാൻ പറയൂ. ആ മാനസെ കൊണ്ട് ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചത് ജയയല്ലേ? അപ്പൊ പിന്നെ അനുഭവിക്കട്ടെ എന്ന് വെക്കണം. ഇവിടെ നമുക്ക് അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ വല്യമ്മ. ആന്റിക്കായാലും അങ്കിളിനായാലും സൂര്യക്കായാലും ഒരു വിഷമം വന്നാ എല്ലാവരെയും ബാധിക്കില്ലേ? ഞാനും ഒരല്പം ഗൗരവത്തിൽ മാനസയോട് സംസാരിച്ചു. എല്ലാം കൂടി ആയപ്പോ അവൾ ആകെ പതറിപ്പോയി വല്യമ്മ. അതുകൊണ്ടാ ഇവിടെ നിന്ന് പോവാൻ തയ്യാറായത്. എനിക്കിപ്പോഴും അവൾ ഒരു പാവമാണെന്ന് തോന്നുന്നില്ല മോളെ. ഞാനും അവളോട് സംസാരിച്ചു, പക്ഷെ ഒരു കാര്യമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും മിണ്ടാതെ നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ എന്താണ് കണക്ക് കൂട്ടുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇന്ന് നടന്നതുപോലെ ഒരു സംഭവം ഇനി വീട്ടിലുണ്ടാവാൻ പാടില്ല വല്യമ്മ. അത് നീ ഞാനും ഒന്നും വിചാരിച്ചാൽ നടക്കില്ല മോളെ. ആദ്യം മാനസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. എന്ത് തീരുമാനം ഉണ്ടാവണമെങ്കിലും സുനിൽ ശർമ്മയെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടണം വല്യമ്മ. ഇനി ആ പയ്യൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ ആരെങ്കിലും കൊന്നോന്ന് ആർക്കറിയാം മോളെ. അല്ല, ലക്ഷണം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നം രൂക്ഷമാവും വല്യമ്മ. മാനസ തന്നെ സമാധാനം പറഞ്ഞേ പറ്റൂ. പറയട്ടെ. ഇന്നത്തെ കാലത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ആരെങ്കിലും ദിവസങ്ങളോളം ഒളിച്ചു കഴിയുമോ? ഞാനും അതേക്കുറിച്ച് ചിന്തിച്ചതാ വല്യമ്മ. രഹസ്യമായിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും സുനിലിനില്ല. പിന്നെ എന്താവും കാര്യമെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കറിയില്ല, പക്ഷെ മാനസിക്കറിയായിരിക്കും. അവളുടെ നടപ്പും നിപ്പും ഭാവവും ഒക്കെ കാണുമ്പം എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. മോൾ അവളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സംഭവത്തിന് ശേഷം അവൾക്ക് എപ്പോഴും ഒരേ ചിന്തയാ. അതിന്റെ അർത്ഥം അവൾ ശരിക്കും പെട്ടെന്നല്ലേ? എന്തായാലും അധിക നാളൊന്നും ഒരു ഒളിച്ചുകളിയും നടക്കില്ല വല്യമ്മ. സുനിൽ ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സത്യം പുറത്തു വന്നല്ലേ പറ്റൂ. എന്റെ മോളെ, ഞാൻ ഉള്ള കാര്യം പറയാലോ. നീ മഹേന്ദ്ര ശർമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. ഇനി അവരായി അവരുടെ പാടായി. ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കാൻ നോക്ക്. വല്യമ്മ, ഇപ്പൊ ഈ വീടിന്റെ അവസ്ഥ അറിയാലോ. വല്യമ്മ ഒന്ന് സമാധാനപ്പെട്. എല്ലാം അധികം വൈകാതെ കലങ്ങി തെളിയും. തെളിഞ്ഞാ മതി. ഇവിടെ നീ വളരെ സൂക്ഷിക്കണം. നീ കാണിക്കുന്ന സ്നേഹവും സഹകരണവും ഒന്നും നാളെ നിനക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. അല്ല, ഇതൊക്കെ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം. എന്നാലും പറഞ്ഞേ ഉള്ളൂ. ജാനകി, നീ ഭാവനയോടൊപ്പം ഇവിടെ വന്ന് എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്റെ മോളെ ഇവിടെ ഓടിക്കണം അല്ലേടി? അതെ, അത് തന്നെ എന്റെ ലക്ഷ്യം. എന്താ, എനിക്കങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുണ്ടോ? ഭാവന ഇവിടുന്ന് ഒഴിവാക്കാൻ തനിക്കും തന്റെ ഭാര്യയ്ക്ക് ശ്രമിക്കാമെങ്കിൽ തന്റെ മോളെ ഇവിടുന്ന് ഓടിക്കാൻ എനിക്ക് ശ്രമിച്ചാൽ എന്താ? അപ്പൊ ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും നിങ്ങൾ മനഃപൂർവ്വം വീട്ടിൽ കൊണ്ടുവന്നത് അല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. തന്റെ മോൾ ഇത്രയും നാള് സുനിലെ കണ്ടിട്ടില്ല, ഒന്നും അറിയത്തില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴോ? എന്റെ മോനെ, നിങ്ങളുടെ ഒന്നും ഒരടവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. എന്റെ ബലമായ സംശയം
മാനസയുടെ വയറ്റിലെ കുഞ്ഞ് ആ ശർമ്മയുടെ മകന്റെ തന്നെയാണെന്നാ. എന്നിട്ടത് പാവം ആ സൂര്യയുടെയും ഭാവനയുടെയും തല കെട്ടിവെച്ചിരിക്കുന്നു. തന്റെ അല്ലേ മോള്? അച്ഛൻ വേലി ചാടിയാ മോള് മതിലും ചാടും. ദേ, അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ദേ അജയ, എന്നോട് ഇനി കളിക്കല്ലേ. ഓർമ്മയുണ്ടല്ലോ ഇവിടുത്തെ സ്റ്റെപ്പിന്റെ എണ്ണം തന്റെ പിന്നാമ്പറം കൊണ്ട് എണ്ണിയത്. തന്റെ സ്നേഹനിധിയായ ഭാര്യ ഇപ്പോഴും അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടില്ല. ഞാൻ പറയണോടോ. നിനക്ക് നിന്റെ ഭാര്യയ്ക്കും കൂടി ഭാവന ഇല്ലാതാക്കിയിട്ട് മാനസ ഈ വീട്ടിലെ റാണിയാക്കണോ അല്ലേ? ആടോ, ഞാൻ ആക്കി തരാം. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. വേണ്ടി വന്ന നിന്നെ ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും. ഓ പിന്നെ, അല്ലെങ്കിൽ ഞാനിവിടെ നിരാഹാരം കിടക്കാൻ വന്നതാണല്ലോ. ഒന്ന് പോടോ. എടോ, താൻ കരുതും പോലെ ഒരാളല്ല ഞാൻ. ഇപ്പം താൻ പിന്നാമ്പറം കണ്ടല്ലേ സ്റ്റെപ്പ് എണ്ണിയത്. ഇനി ഞാൻ തന്നെ മൂക്കുകൊണ്ട് സ്റ്റെപ്പ് എണ്ണിക്കും. എന്താ തനിക്ക് കാണണോ? ദേ, ഇനി ഭാവനയുടെ പിന്നാലെ എന്തെങ്കിലും ചതിയായിട്ട് വന്നാൽ പിന്നെ തന്നെയും തന്റെ ഭാര്യയും ഇവിടുന്ന് നടത്തിക്കൊണ്ട് പോവില്ല, പറഞ്ഞേക്കാം. അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. അതാ തനിക്കും തന്റെ കുടുംബത്തിനും നല്ലത്. നീ അത്രയ്ക്കാകും. നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇവനെ ഇനി കൂടുതൽ സൂക്ഷിക്കണം. ഭാവന ഏത് വിധത്തിലും അപായപ്പെടുത്താൻ നോക്കും.